നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ മാതൃസ്ഥാപനമായ ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റി ശ്രീ രവി കണ്ണമ്പിള്ളിന്റെയും ശ്രീമതി രജനി രവിയുടെയും മകനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ സിദ്ധാർത്ഥ് രവിയും ശ്രീ രാംമോഹന്റെയും സ്വപ്ന രാംമോഹന്റെയും മകൾ നന്ദിതയും തമ്മിൽ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വിവാഹിതരായി. തുടർന്ന് ഹോട്ടൽ ഗുരുവായൂർ ഗോകുലം പാർക്കിൽ നടന്ന വിവാഹ ചടങ്ങുകളിൽ ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ, ട്രസ്റ്റി താഹിറ നൂറുദ്ദീൻ, ആൽഫ ഓവർസീസ് പ്രസിഡന്റ് ഗിരീഷ് മേനോൻ, സെക്രട്ടറി ജനറൽ രമേശ് വാര്യർ, പാട്രനും എലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ മാനേജിംഗ് പാർട്ണറുമായ ഡോക്ടർ KK മോഹൻദാസ്, ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾ അടക്കമുള്ള ആൽഫ കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. ആൽഫ ഒല്ലൂർ സെന്റർ ഇന്നു മുതൽ രണ്ടാമത് നഴ്സിംഗ് ഹോം കെയറിന് തുടക്കം കുറിച്ചു. കഴിഞ്ഞ മാസം നടത്തിയ അവലോകന യോഗത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു പുതിയ ഹോം കെയർ ടീമിനെ സജ്ജീകരിച്ചത്. എമർജൻസി ഹോം കെയറിന് മാത്രമായി ഒരു ടീമും നേരത്തെ തീരുമാനിക്കപ്പെട്ട ഹോം കെയറുകൾക്ക് രണ്ടാമത്തെ ടീമും എന്ന നിലയിലാണ് ഹോം കെയറുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതോടെ ജീവിതാന്ത്യ പരിചരണം നേടുന്നവർക്ക് മെച്ചപ്പെട്ട പരിചരണവും അനാവശ്യ ആശുപത്രിവാസം ഒഴിവാക്കാനും കഴിയുമെന്ന് പ്രസിഡന്റ് ബാബു പാനിക്കുളം, സെക്രട്ടറി ജോജി CJ, ട്രഷറർ MJ ഡേവിസ് എന്നിവർ അറിയിച്ചു. ആൽഫ എടമുട്ടം തറവാട്ടിൽ ബുധനാഴ്ചകളിൽ നടത്തി വന്നിരുന്ന നേഴ്സസ് പരിശീലന പരിപാടിയുടെ അവസാനവട്ട പരീക്ഷ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു അറിയിച്ചു. പരിശീലന പരിപാടിയോട് സഹകരിച്ച ലിങ്ക് സെന്ററുകൾക്ക് അദ്ദേഹം നന്ദി അറിയിക്കുകയും പരിശീലനാർത്ഥികൾക്ക് വിജയം ആശംസിക്കുകയും ചെയ്തു. ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു വരുമാനവുമില്ലാത്ത കുടുംബങ്ങൾക്ക് 30 വർഷമായി നൽകുന്ന പ്രതിമാസ പെൻഷൻ വിതരണം ട്രസ്റ്റ് ഓഫീസിൽ ശനിയാഴ്ച നടന്നു. 324 അംഗങ്ങൾക്കാണ് പ്രതിമാസ പെൻഷൻ നൽകി വരുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.